നവംബർ 18 വിശുദ്ധരായ പത്രോസിൻ്റെയും പോളിൻ്റെയും ബസിലിക്കകളുടെ സമർപ്പണം. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 313 റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം നിയമവിധേയമാക്കിയതിനു ശേഷം അദ്ദേഹം പള്ളികൾ നിർമ്മിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് റോം, ജെറുസലേം, കോൺസ്റ്റന്റിനോപ്പിൾ എന്നിവിടങ്ങളിൽ. റോമിൽ അദ്ദേഹം 4 ബസിലിക്കകൾ നിർമ്മിച്ചു. സെയിന്റ് ജോൺ ലാറ്ററൽ, വത്തിക്കാൻ കുന്നിലെ സെയിന്റ് പീറ്റേഴ്സ്, ജെറുസലേമിൻ്റെ ഹോളി ക്രോസ്, മതിലിനു പുറത്ത് സെയിന്റ് പോളുടെ ബസിലിക്ക. ഇന്ന് സഭ 2 ബസിലിക്കകളുടെ സമർപ്പണം ആഘോഷിക്കുന്നു. ഒന്ന് വത്തിക്കാൻ കുന്നിലെ സെയിന്റ് പീറ്റേഴ്സിൻ്റെയും മതിലിനു പുറത്തുള്ള സെയിന്റ് പോളിൻ്റെയും. പീറ്ററും പോളും രക്തം ചൊരിയുകയും ഇന്ന് ബസിലിക്കകൾ നിൽക്കുന്നിടത്ത് അടക്കം ചെയ്യുകയും ചെയ്ത 1-ാം നൂറ്റാണ്ടിലാണ് ഈ 2 പള്ളികളുടെയും അടിത്തറ സ്ഥാപിച്ചത്. 64-ൽ ഒരു വലിയ തീപിടുത്തം റോം നഗരത്തിൻ്റെ ഭൂരിഭാഗവും നശിപ്പിച്ചു. പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് നീറോ ചക്രവർത്തി സ്വയം തീകൊളുത്തി എന്നാണ്. നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ താൻ ആഗ്രഹിച്ചതുപോലെ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടിയാണിത്. നീറോ ക്രിസ്ത്യാനികളുടെ മേൽ തീപിടുത്തം ആരോപിച്ചു. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആദ്യത്തെ സംഘടിത പീഡനം നടപ്പിലാക്കി. അറസ്റ്റ് ചെയ്യപ്പെടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തവരിൽ വിശുദ്ധരായ പീറ്ററും പോളും ഉൾപ്പെടുന്നു. അപ്പസ്തോലന്മാരുടെ രാജകുമാരനും റോമിലെ ബിഷപ്പുമായിരുന്നു പത്രോസ്. ഇപ്പോൾ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ മധ്യഭാഗത്തായി നിൽക്കുന്ന പുരാതന ഈജിപ്ഷ്യൻ സ്തൂപത്തിനടുത്ത് അദ്ദേഹം തലക്കീഴായി ക്രൂശിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. വത്തിക്കാൻ കുന്നിലെ അടുത്തുള്ള സെമിത്തേരിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശവക്കുഴി ആദിമ ക്രിസ്ത്യാനികൾക്ക് തീർത്ഥാടന കേന്ദ്രമായി മാറി. കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം നിയമവിധേയമാക്കിയതിനു ശേഷം അപ്പസ്തോലന്മാരുടെ ഈ രാജകുമാരൻ്റെ ശവകുടീരത്തിൻ്റെ ബഹുമാനത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനാൽ അദ്ദേഹം ഇപ്പോൾ ഓൾഡ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നറിയപ്പെടുന്ന ഭക്തി വളർത്തുന്നതിനും സൈറ്റിലേക്കുള്ള തീർത്ഥാടനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിച്ചു. ആദ്യത്തെ ബസിലിക്ക 324-ലോ 326-ലോ സിൽവസ്റ്റർ മാർപ്പാപ്പ സമർപ്പിച്ചു. ആ സമയത്ത് കൂടിച്ചേർക്കലുകളും പുനർനിർമ്മാണങ്ങളും നടന്നു. 1305 വരെ മാർപ്പാപ്പമാർ താമസിച്ചിരുന്നത് സെയിന്റ് പീറ്റേഴ്സിലല്ല, സെയിന്റ് ജോൺ ലാറ്ററിൻ്റെ ബസിലിക്കയിലാണ്. പോപ്പ് ക്ലെമൻ 5-ാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ 1309-ൽ അദ്ദേഹം മാർപ്പാപ്പ കോടതിയെ മുഴുവൻ ഫ്രാൻസിലെ അവഗ്നോണിലേക്ക് മാറ്റി. 1377-ൽ ഗ്രിഗറി 11-ാം മാർപ്പാപ്പ അവഗ്നോണിൽ നിന്ന് റോമിലേക്ക് മടങ്ങുന്നതുവരെ അത് തുടർന്നു. 2 തീപിടുത്തങ്ങൾ കാരണം കൊട്ടാരം കേടുപാടുകൾ സംഭവിച്ചു. അതിനാൽ മാർപ്പാപ്പ വത്തിക്കാൻ കുന്നിലെ ഓൾഡ് സെയിന്റ് പീറ്റേഴ്സിന് അടുത്തായി ഒരു പുതിയ മാർപ്പാപ്പ കൊട്ടാരം നിർമ്മിച്ചു. അവിടെ എല്ലാ തുടർന്നുള്ള മാർപ്പാപ്പമാരും താമസിച്ചു. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പഴയ സെയിന്റ് പീറ്റേഴ്സ് ഗുരുതരമായ തകർച്ചയിലായി. അതിനാൽ 1505-ൽ ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പ അത് പൊളിച്ചുമാറ്റാൻ ഉത്തരവിടുകയും പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. 120 വർഷങ്ങൾക്ക് ശേഷം പൂർത്തിയാക്കുകയും ചെയ്തു. 1626-ൽ വത്തിക്കാനിലെ ഇന്നത്തെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക അർബൻ 8-ാമൻ മാർപ്പാപ്പയാണ് സമർപ്പിച്ചത്. വിശുദ്ധ പൗലോസ് അക്ഷീണനായ സുവിശേഷകനും സഭയുടെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു. സുവിശേഷം ദൂരവ്യാപകമായി പ്രചരിപ്പിക്കുകയും അനേകം ക്രിസ്ത്യൻ സമൂഹങ്ങളെ നേരിട്ട് സ്ഥാപിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്തു. വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആദ്യകാലവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരാളായും അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സുവിശേഷവൽക്കരണത്തിൻ്റെ അസാധാരണമായൊരു ശുശ്രൂഷയ്ക്ക് ശേഷം പൗലോസ് ജെറുസലേമിൽ അറസ്റ്റിലായി. റോമൻ പൗരനായതിനാൽ റോമൻ ചക്രവർത്തിയോട് അപേക്ഷിച്ചു. തുടർന്ന് അദ്ദേഹം ജയിലിലടയ്ക്കുകയും 2 വർഷത്തിന് ശേഷം വിചാരണയ്ക്കായി റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അധികം താമസിയാതെ നീറോയുടെ പീഡനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ വിശുദ്ധ പത്രോസിനെ കുരിശിലേറ്റിയ അതേ ദിവസമോ അതിനടുത്ത ദിവസമോ പോൾ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. പോളിൻ്റെ ശിരച്ഛേദം നഗരത്തിൻ്റെ മതിലുകൾക്ക് പുറത്ത് ഓസ്റ്റിയൻ വഴിയിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. ആ സ്ഥലത്തിനടുത്താണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഓൾഡ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക പോലെ മതിലിന് പുറത്തുള്ള സെയിന്റ് പോൾ ബസിലിക്കയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സെയിന്റ് പോൾസിൻ്റെ ശവകുടീരത്തിനു മുകളിൽ പണികഴിപ്പിച്ചതാണ്. 324-ൽ സിൽവസ്റ്റർ മാർപ്പാപ്പ ഇത് സമർപ്പിച്ചു. അടുത്ത 1500 വർഷങ്ങളിൽ തുടർച്ചയായ മാർപ്പാപ്പമാർ ബസിലിക്ക ചേർത്ത് പുതുക്കി പണിതു. അത് അലങ്കരിച്ചു. 1823-ൽ ഏതാണ്ട് മുഴുവൻ ബസിലിക്കയും തീപിടുത്തത്തിൽ നശിച്ചു. തുടർന്നുള്ള 30 വർഷങ്ങളിൽ പള്ളി പുനർരൂപകൽപ്പന ചെയ്യുകയും ഇന്നത്തെ പള്ളിയിലേക്ക് പുനർനിർമ്മിക്കുകയും ചെയ്തു. 1854-ൽ 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഇത് പൂർത്തിയാക്കി സമർപ്പിച്ചത്.